ബ്രസീലിയൻ ട്രീറ്റ്മെന്റ്സ് എന്താണ്? ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളരുമോ? അങ്ങനെയൊക്കെയുള്ള ഡൗട്ട്സ് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിക്കുന്നുണ്ട്. ബ്രസീലിലെ മുടി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് തിക്കാണ്, ഈ ഹെയർ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള ഹെയറിനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്രസീലിയൻ ട്രീറ്റ്മെന്റ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ത്യയിലും ആ ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ബോട്ടോക്സ് പറയുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്, നാനോപ്ലാസ്റ്റിയ, അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് എല്ലാം നമ്മൾ ഇന്ത്യയിൽ ചെയ്യുന്നുണ്ട്. അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്നും റൂട്ടിൽ ടച്ച് ചെയ്യാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ലാക്റ്റിക് ആസിഡ് ഉണ്ട്. ലാക്റ്റിക് ആസിഡ് ഒരു എക്സ്ഫോളിയന്റ് ആണ്. അപ്പം നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ ചിലപ്പോൾ റൂട്ടിൽ സ്കാൽപ്പിൽ ടച്ച് ചെയ്യാറുണ്ട്. അങ്ങനെ ആവുമ്പം അവർക്ക് ഡാൻഡ്രഫ് വരുന്നു എന്ന് പറയുന്ന കംപ്ലയിൻസും വരാറുണ്ട്. ഇതിന്റെ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയുന്ന പോലെ നമുക്ക് 1 സെന്റിമീറ്റർ വിട്ടിട്ടാണ് നമ്മൾ ക്രീം അപ്ലൈ ചെയ്തിട്ട് ഹെയർ ഷാഫ്റ്റിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ റൂട്ടിൽ മുടി വളരും എന്ന് പറഞ്ഞിട്ട് റൂട്ടിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സിന് കൂടുതലായിട്ട് ഡാൻഡ്രഫ് വരികയും അവർ കൂടുതലായിട്ട് നമ്മുടെ ആ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചായിരിക്കും കംപ്ലൈന്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പം ബ്രസീലിയൻ ട്രീറ്റ്മെന്റ് നമുക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എക്സ്ട്രാ ഹെയർ ഗ്രോത്ത് ഉണ്ടാവുന്നില്ല, നമ്മുടെ സ്കാൽപ്പിൽ നിന്ന് മുടി പൊഴിഞ്ഞു പോകാനും പോകുന്നില്ല. എങ്ങനെയാണോ മുടി നേരത്തെ വളർന്നുകൊണ്ടിരുന്നത് അങ്ങനെ തന്നെ ആയിരിക്കും വളരാൻ പോകുന്നത്.